വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ബട്ടർ മാർബിൾ കേക്കിൻ്റെ നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. ഈ കേക്ക് ഉണ്ടാക്കാനുള്ള കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതിൽ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ള് ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും ഈ മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് 3 മുട്ടയുടെ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ മുട്ട പൊട്ടിച്ച് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും യെല്ലോ ഇതിൽ വീഴാതെ നമുക്ക് വൈറ്റ് തന്നെ എടുക്കാൻ പറ്റും. ഇതുപോലെ 3 മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് യെല്ലോ മാറ്റി വയ്ക്കാം. വൈറ്റ് ആദ്യം നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ഒരു ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. പാത്രം ഇങ്ങനെ കമഴ്ത്തി നോക്കിയാലും അതിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യില്ല. അതാണൊരു കറക്റ്റ് പാകം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് 1/4 കപ്പ് കാച്ചിയ പാല്, ചൂടാറിയ പാലാണ്, ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്ക് കേക്കിന് മാർബിൾ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇനി റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 170 ഗ്രാം ബട്ടർ ആദ്യം ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒന്ന് സോഫ്റ്റാക്കിയെടുക്കാം. ഈ സോഫ്റ്റാക്കിയെടുത്ത ബട്ടറിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഈ പഞ്ചസാരപ്പൊടി ബട്ടറിലൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ പഞ്ചസാരപ്പൊടി ഇങ്ങനെ പറന്നു പോകും. നല്ല പെയിൽ യെല്ലോ കളറാവുന്നവരെ ബീറ്റ് ചെയ്യണം. ഈ മിക്സ് നല്ല പെയിൽ യെല്ലോ കളറായിട്ട് കിട്ടിയാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒന്ന് സൈഡ്സ് ഒന്ന് സ്പാച്ചിൽ ഉപയോഗിച്ച് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ യെല്ലോ 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. സൈഡൊന്ന് ഇടയ്ക്ക് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1.25 കപ്പ് പാലാണ്. 1/4 കപ്പ് ആദ്യം കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ എടുത്തു. ബാക്കി 1 കപ്പിൽ 3/4 കപ്പ് പാല് ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നല്ലൊരു ഫ്ലഫി ബാറ്ററായിട്ട് കിട്ടും. ഞാനിവിടെ 3-4 പ്രാവശ്യമായിട്ട് 3/4 കപ്പ് പാല് യോജിപ്പിച്ചെടുത്തു. ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ മിക്സ് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിരുന്നു. ഇനി മൈദയുടെ മിക്സ് കുറേശ്ശെ മാത്രം എടുത്ത് വളരെ ലൈറ്റായിട്ട് ബീറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബീറ്റർ നിർത്തി കുറേശ്ശെ മൈദ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 5-6 പ്രാവശ്യമായിട്ടാണ് മൈദ ആഡ് ചെയ്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തത്. മൈദ കുറേശ്ശെ ആഡ് ചെയ്ത് ഒരു 4 പ്രാവശ്യമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് വരും. ആ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൈദ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മൈദയും പാലും ഓൾട്ടർനേറ്റായിട്ട് ആഡ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പാച്ചിൽ ഉപയോഗിച്ച് സൈഡ്സ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. കേക്കിനൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട. ബീറ്ററിൻ്റെ ബ്ലേഡ് ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി കേക്കിനൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് 1-2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ കേക്കിന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പത അടങ്ങിപ്പോവാത്ത വിധത്തിൽ വളരെ ലൈറ്റായിട്ട് ഇതുപോലെ കേക്കിനൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്തിട്ടാണ് പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഈ ബാറ്ററിൽ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒന്നും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കേക്ക് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കൊക്കോ പൗഡറിൽ പാല് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിലേക്ക് 1/3 കേക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിന് മാർബിൾ ഡിസൈൻ കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ കേക്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ചേർത്തിട്ടാണല്ലോ പാല് മിക്സ് ചെയ്തത്. ആ സമയത്ത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാം. മാർബിൾ കേക്കിനുള്ള ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ലൈൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിൽ ആദ്യം നമുക്ക് വാനില മിക്സ് കുറച്ച് സ്പേസ് വിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. സ്പേസ് വിട്ട് പ്ലേസിൽ നമുക്ക് ചോക്ലേറ്റ് മിക്സും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ മാർബിൾ കേക്കിനുള്ള ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു സ്ക്വയറോ അതല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ എടുക്കുക. മാർബിൾ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ സിക്സാഗ് ഡിസൈൻ ഈർക്കിലി വെച്ച് പാത്രത്തിൻ്റെ അടി മുട്ടുന്ന വിധത്തിൽ വരച്ചു കൊടുക്കുക. നല്ല മാർബിൾ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വരച്ചു കൊടുക്കണം. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 45 മുതൽ 55 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഇവിടെ ഒരു 48 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ബേക്കായി വന്നു. ഞാൻ സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ചൂടാറിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ മുട്ടയുടെ വൈറ്റ് എടുത്ത് സെപ്പറേറ്റ് പതപ്പിച്ചൊക്കെ ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുന്ന കേക്കിന്. നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. മുമ്പും ഞാനൊരു മാർബിൾ കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു കേക്കാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.